ഹലോ കുട്ടികളെ, ഇന്ന് ക്ലാസ് 7ലെ ബാൽ മഹാഭാരത് എന്ന പാഠ്യപുസ്തകത്തിലെ കർൺ എന്ന അധ്യായമാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ओके, लेट्स स्टार्ट. कर्ण. पांडवों ने पहले कृपाचार्य से और बाद में द्रोणाचार्य से अस्त्र शस्त्र की शिक्षा पाई. അപ്പോൾ പാണ്ഡവന്മാർ ആദ്യം ഗുരുവായ കൃപാചാര്യൻ്റെ അടുത്ത് നിന്നും പിന്നീട് ഗുരുവായ ദ്രോണാചാര്യൻ്റെ അടുത്ത് നിന്നുമാണ് ഈ അസ്ത്രശസ്ത്ര, അതായത് അസ്ത്രം എന്ന് പറഞ്ഞാൽ സൂപ്പർ നാച്ചുറൽ പവറുള്ള ആയുധങ്ങൾ, അസ്ത്രങ്ങൾ, പിന്നെ ശസ്ത്ര എന്ന് പറഞ്ഞാൽ ആയുധങ്ങൾ, അതിൻ്റെയൊക്കെ വിദ്യകൾ അവർ പഠിച്ചെടുത്തു. उनको जब विद्या में काफ़ी निपुणता प्राप्त हुई तो एक भारी समारोह किया गया जिसमें सब ने अपने कौशल का प्रदर्शन किया. അപ്പോൾ उनको जब विद्या में काफ़ी निपुणता प्राप्त हो गया, ആവശ്യത്തിനുള്ള നിപുണത, അതിലവർ എക്സ്പേർട്ടായി കഴിഞ്ഞു, അതായത് ആ അറിവൊക്കെ അവർക്ക് ലഭിച്ചു, അസ്ത്രശസ്ത്രത്തിൻ്റെ ഒക്കെ അറിവ് ലഭിച്ചതിന് ശേഷം तो एक भारी समारोह किया गया, ഒരു വലിയൊരു ആഘോഷം എന്ന രീതിയിൽ ഒരു സെറിമണി വെച്ചു അവർ. जिसमें सब ने अपने कौशल का प्रदर्शन किया, അതിൽ എല്ലാവരും അവരവരുടെ കഴിവിനെ പ്രദർശിപ്പിച്ചു, കഴിവ് കാണിച്ചു. सारे नगरवासी इस समारोह को देखने आए थे. എല്ലാ നഗരവാസികളും ആ സമാരോഹ സെറിമണിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, അതിനെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. तरह तरह के खेल हुए और हर एक राजकुमार यही चाहता था कि वही सबसे बढ़कर निकले. അപ്പോൾ തരക്ക് ഖേൽ ഹുവേ, നല്ല വെറൈറ്റി ആയിരുന്നു, എല്ലാ രീതിയിലുമുള്ള കോമ്പറ്റീഷൻ എന്ന രീതിയിൽ കുറേ കളികളുമൊക്കെ അവിടെ നടന്നു. അവരവരുടെ കഴിവുകൾ കാണിക്കാനാണ് ഈ സെറിമണി അവർ സംഘടിപ്പിച്ചത്. അപ്പോൾ ഖേൽ ഹുവേ ഓർ ഹരേക് രാജ്കുമാർ യഹി ചാത്താ താ കി വഹി സബ്സെ ബഡ്കർ നിക്ലെ. അപ്പോൾ ഓരോ രാജകുമാരന്മാരും ആഗ്രഹിച്ചത് അവർ ഓരോരുത്തരിൽ നിന്നും എന്താണ്, മികവുറ്റവരാകണം എന്നാണ്. അതായത് അവരുടെ അങ്ങേയറ്റം കഴിവ് ഓരോരുത്തരും കാണിക്കാൻ തുടങ്ങി, ഓരോ രാജകുമാരന്മാരും കാണിക്കാൻ തുടങ്ങി. आपस में प्रतिस्पर्धा बड़ी जोर की थी परंतु तीर चलाने में पांडुपुत्र अर्जुन का कोई सानी न था. അപ്പോൾ ആപ്പസ് മേ പ്രതിസ്പർദ്ധ ബഡി ജോർ കി തീ, നല്ല വലിയൊരു കോമ്പറ്റീഷൻ ആയിരുന്നു അവർ തമ്മിൽ. പ്രതിസ്പർദ്ധ എന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ. അപ്പോൾ അവർ തമ്മിൽ അങ്ങേയറ്റത്തെ കോമ്പറ്റീഷൻ അവിടെ നടന്നു. പരന്തു തീർ ചലാനെ മേ പാണ്ഡുപുത്ര അർജുൻ കാ കോയി സാനീനത. സാനീനത എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് തുല്യമായിട്ട്, അർജുനന് തുല്യമായിട്ട്, പാണ്ഡുപുത്രനായ അർജുനന് തുല്യനായിട്ട് അവിടെ ആരും ഇല്ലായിരുന്നു. അതും എന്തിൽ? അസ്ത്രവിദ്യയിൽ, അതായത് തീർ ചലാനേമേ, ആരോ, അതായത് അമ്പും വില്ലും ഉപയോഗിക്കുന്നതിൽ അർജുനനെ തോൽപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ അർജുനന് തുല്യനായിട്ട് അവിടെ ഒരു രാജകുമാരനും ഇല്ലായിരുന്നു. സാനീനഥ എന്ന് പറഞ്ഞാൽ സമാനമായിട്ടുള്ള ആളുകൾ, അങ്ങനെ ആരും അവിടെ ഇല്ലായിരുന്നു. അർജുനെ ധനുഷ് വിദ്യ മേ കമാൽ കാ ഖേൽ ദിഖായ. ധനുർവിദ്യ, അതിൽ അർജുനൻ തൻ്റെ മികവുറ്റ കഴിവ് കാണിച്ചു. അതായത് അർജുനനാണ് ധനുർവിദ്യയിൽ, അതായത് ആർച്ചറിയിൽ കഴിവുള്ളവൻ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ കമാൽ കാ ഖേൽ ദിഖായ, അങ്ങേയറ്റം കഴിവ് കാണിച്ചു. उसकी अद्भुत चतुरता को देखकर सभी दर्शक और राजवंश के सभी उपस्थित लोग दंग रह गया. അദ്ദേഹത്തിൻ്റെ ആ ചതുരത, ആ കഴിവ്, അർജുൻ്റെ ആ കഴിവ് കണ്ടിട്ട് എല്ലാവരും അവിടെ പ്രസൻ്റ്, അവിടെ ഈ സെറിമണി അറ്റൻഡ് ചെയ്യാനായിട്ട് വന്നിരുന്ന ആളുകൾ, ദർശകരും പിന്നെ രാജവംശത്തിലെ മറ്റ് ആളുകളും, ഉപസ്ഥിത് അവിടെ പ്രസൻ്റ് ആയിരിക്കുന്ന ആളുകളും എല്ലാവരും ദംഗ് രഹേ, സബ് ലോഗ് എന്താണ്, എല്ലാവരും അതിശയിച്ച് നിന്നുപോയി അദ്ദേഹത്തിൻ്റെ ആ കഴിവ് കണ്ടപ്പോൾ. യഹ് ദേഖ്കർ ദുര്യോധൻ കാ മൻ ഈർഷ്യാ സെ ജൽനെ ലഗാ. അപ്പോൾ എല്ലാവരും ആ അർജുൻ്റെ കഴിവിനെ കണ്ട് എല്ലാവരും ഇങ്ങനെ അതിശയിച്ച് നിന്നപ്പോൾ ദുര്യോധന് അർജുനോടുള്ള അസൂയ കൂടി വന്നു. അത് യഹ് ദുര്യോധൻ കാ മൻ ഈർഷ്യാ സെ ജൽനെ ലഗാ, ദുര്യോധൻ്റെ മനസ്സ് അസൂയ കൊണ്ട് തിളയ്ക്കാൻ തുടങ്ങി. अभी खेल हो ही रहा था कि इतने में रंगभूमि के द्वार पर खम ठोंकते हुए एक रोबीला और तेजस्वी युवक मस्तानी चाल से आकर अर्जुन के सामने खड़ा हो गया. അപ്പോൾ अभी खेल हो ही रहा था कि इतने में रंगभूमि के द्वार पर खम ठोंकते हुए एक रोबीला और तेजस्वी युवक मस्तानी चाल से आकर अर्जुन के सामने खड़ा हो गया. ഒരു കളി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ, ഈ കളി നടക്കുകയായിരുന്നു, ആ സമയത്ത് തന്നെ കളിക്കളത്തേക്ക്, രംഗഭൂമിയിലോട്ട്, അതിൻ്റെ ആ ഡോറിൻ്റെ അവിടെ ഖം ടോങ്തേ ഹുവേ, അതായത് ചാലഞ്ച് ചെയ്തുകൊണ്ട് ആരാ വരുന്നത്? ഒരു റുബീല എന്ന് പറഞ്ഞാൽ റോബ് ദിഖാത്തേ ഹുവേ, അതായത് ഗൗരവമുള്ള
ഗൗരവത്തോടു കൂടിയ തേജസ്വി ആയിട്ടുള്ള, തേജസ്വി എന്ന് പറഞ്ഞാൽ നല്ല ഗാംഭീര്യമുള്ള ഒരു യുവ, അതായത് ഒരു ചെറുപ്പക്കാരൻ, അത് മസ്താനി ചാൽസ് നല്ല കൂളായിട്ട് നല്ല ഇതിൽ വന്ന് ആരുടെ മുമ്പിൽ നിൽക്കുകയാണ്? അർജുൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. യ യുവക് ഓർ കോയി നഹി അധിരഥ് ദ്വാര പോഷിത് കുന്തി പുത്ര കർ നഹി था, लेकिन उसके कुंती पुत्र होने की बात किसी को मालूम न थी. ഈ യുവക്, അതായത് ഈ ചെറുപ്പക്കാരൻ ആരായിരുന്നു? അധിരഥ് വളർത്തി വലുതാക്കിയ കുന്തിപുത്ര ആയിട്ടുള്ള കർണനായിരുന്നു. ലേക്കിൻ ഉസ്കെ കുന്തിപുത്ര ഹോനെ കി ബാത് കിസി കോ മാലൂം നഹി തി. പക്ഷെ അത് കുന്തിപുത്രനാണ് എന്ന കാര്യം ആർക്കും അവിടെയുള്ള ആർക്കും അറിയില്ലായിരുന്നു. रंगभूमि में आते ही उसने अर्जुन को ललकारा, अर्जुन, जो भी करतब तुमने यहाँ दिखाए हैं उनसे बढ़कर कौशल मैं दिखा सकता हूँ. क्या तुम इसके लिए तैयार हो? അപ്പോൾ ഇവിടെ ആ രംഗഭൂമിയിൽ വന്നിട്ട് ആ ചെറുപ്പക്കാരൻ അർജുനനെ ചാലഞ്ച് ചെയ്യുകയാണ്. ലൽക്കാര എന്താ പറഞ്ഞേ? അർജുൻ, ജോ ഭി കർത്തബ് തുമ്നെ യഹാ ദിഖായേ, എന്തൊക്കെ പ്രവൃത്തികൾ, എന്തൊക്കെ കഴിവാണ് നീ നിൻ്റെ ഇവിടെ കാണിച്ചിരിക്കുന്നത്, അതിനേക്കാൾ ഇരട്ടിയായിട്ട് കുശലത, അതായത് കഴിവ് എനിക്ക് കാണിക്കാൻ പറ്റും, നിന്നേക്കാൾ എനിക്ക് കഴിവുണ്ട് എന്ന് പറയുകയാണ് അവിടെ കർണൻ. ക്യാ തും ഇസ്കെ ലിയെ തയ്യാർ ഹോ? അപ്പം അതിനായിട്ട് നീ തയ്യാറാണോ? അതായത് ചാലഞ്ച് ചെയ്യുകയാണ്, എന്നോട് കോമ്പീറ്റ് ചെയ്യാൻ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കർണൻ അർജുനനെ ചാലഞ്ച് ചെയ്യുകയാണ്. इस चुनौती को सुनकर दर्शक मंडली में बड़ी खलबली मच गई, पर ईर्ष्या की आग से जलने वाले दुर्योधन को बड़ी राहत मिली. അപ്പോൾ ഈ ചാലഞ്ച് കേട്ടപ്പോൾ അവിടെ പ്രസൻ്റ് ആയിരുന്ന, അവിടെ ഉണ്ടായിരുന്ന ഈ ദർശക് മണ്ഡലി, ഈ സ്പെക്ടേറ്റേഴ്സ് അവിടെ ഉണ്ടായിരുന്നല്ലോ, അവരൊക്കെ അവരുടെ ഇടയിൽ, അതായത് ഖൽബലി മച്ചുകയെ, ഒരു ചെറിയ ബഹളം പോലെ, അതായത് അപ്പുറത്തും ഇപ്പുറത്തും സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതാരാണെന്ന് അറിയത്തില്ലല്ലോ, അപ്പോൾ എല്ലാവരും തമ്മിൽ സംസാരിക്കാനൊക്കെ തുടങ്ങി, ഒച്ചയും ബഹളവും തുടങ്ങി. पर ईर्ष्या की आग से जलने वाले ദുര്യോധൻ को बड़ी राहत मिली. അപ്പോൾ ഇങ്ങനെ അസൂയ കൊണ്ട് ഇങ്ങനെ തിളയ്ക്കുകയായിരുന്നു ആര്? ദുര്യോധനൻ. ഈ എന്താണ് അർജുൻ്റെ അടുത്തുള്ള ആ ഒരു അസൂയ. അപ്പോൾ ജൽനെ വാലി ദുര്യോധൻ को बड़ी राहत मिली, ദുര്യോധനന് നല്ലൊരു ആശ്വാസം ലഭിച്ചു. റാഹത്ത് മിലി എന്ന് പറഞ്ഞാൽ ആശ്വാസം ലഭിച്ചു. കാരണം അർജുനനെ ചാലഞ്ച് ചെയ്യാൻ ഒരാൾ എത്തിയിരിക്കുന്നു അവിടെ, അല്ലേ? അപ്പോൾ വ ബടാ പ്രസന്ന ഹുവ, വളരെയധികം സന്തോഷിച്ചു. उसने तपाक से कर्ण का स्वागत किया और उसे छाती से लगाकर बोला, कहो कर्ण, कैसे आए? बताओ, हम तुम्हारे लिए क्या कर सकते हैं? അപ്പോൾ ബടാ പ്രസന്ന ഹുവ, നല്ലോണം സന്തോഷിച്ചു. ദുര്യോധന സമാധാനായി. ഉസ്നെ തപ്പാക് സെ കർണ കാ സ്വാഗത് കിയ, ഉടനെ തന്നെ പോയിട്ട് കർണനെ വെൽക്കം ചെയ്തു, സ്വാഗതം ചെയ്തു. और उसे छाती से लगाकर बोला, ഇങ്ങനെ ആലിംഗനം ചെയ്തു, കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, കഹോ കർണ്, कैसे आए? പറ കർൺ, എനിക്ക് നീ വരാൻ കാരണം എന്താണ്? ബതാവോ, ഹം തുമാരെ ലിയെ ക്യാ കർ സക്തേ ഹെ, പറയൂ, ഞങ്ങൾ എന്താണ് നിനക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ദുര്യോധനൻ കർണനെ വെൽക്കം ചെയ്യുകയാണ്. കർൺ ബോല, രാജൻ, मैं अर्जुन से द्वंद्व युद्ध और आपसे मित्रता करना चाहता हूँ. അപ്പോൾ കർണൻ പറഞ്ഞു, രാജൻ, ഞാൻ അർജുനനുമായിട്ട് ദ്വന്ദ്വയുദ്ധം എന്ന് പറഞ്ഞാൽ രണ്ടുപേര് മാത്രമായിട്ടുള്ള യുദ്ധം. ഓക്കെ, അപ്പോൾ ദ്വന്ദ്വയുദ്ധം നടത്താൻ ആഗ്രഹിക്കുന്നു. പിന്നീട് താങ്കളുമായിട്ട് മിത്രത, അതായത് ഫ്രണ്ട്ഷിപ്പും ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഫ്രണ്ട്ഷിപ്പും ചേരാൻ ആഗ്രഹിക്കുന്നു. കർണ की चुनौती को सुनकर अर्जुन को बड़ा तैश आया. ഈ കർണൻ്റെ ഈ ചാലഞ്ച് കേട്ടപ്പോൾ അർജുനന് അങ്ങേയറ്റം ദേഷ്യം വന്നു, തേഷായ. वो बोला, കർണ സഭാമേ ജോ ബിനാ ബുലായ ആത്തെ. അപ്പോൾ കർണ ഈ സഭയിൽ ആരും വിളിക്കാതെ വരുന്നവരും, और जो बिना किसी के पूछे बोलने लगते हैं, പിന്നെ ആരുടെയും പെർമിഷൻ ഇല്ലാതെ സംസാരിക്കുന്നവരും, വേ നിന്ദാക്കെ യോഗ്യ ഹോത്തെ ഹെ, അവർ നിന്ദനീയരാണ്. അതായത് അവരെ ആക്സെപ്റ്റ് അങ്ങനെയുള്ളവർ ഇവിടെ ഈ സഭയിൽ ആക്സെപ്റ്റ് ചെയ്യപ്പെടാറില്ല, അവർ നിന്ദനീയരാണ്. യ സുൻകർ കർണനെ കഹ, अर्जुन, यह उत्सव केवल तुम्हारे लिए ही नहीं मनाया जा रहा है, सभी प्रजाजन इसमें भाग लेने का अधिकार रखते हैं. व्यर्थ ढींगे मारने से फ़ायदा क्या, चलो तीरों से बात कर ले.
അപ്പോൾ यह सुनकर कर्ण ने कहा, ഇത് കേട്ടപ്പോൾ കർണൻ ഉടനെ പറഞ്ഞു, അർജുൻ यह उत्सव केवल तुम्हारे लिए ही नहीं मनाया जा रहा है. അപ്പോൾ നിനക്ക് വേണ്ടി മാത്രമല്ല ഈ ഉത്സവം ആഘോഷിക്കപ്പെടുന്നത്. സഭീ പ്രജാജൻ इसमें भाग लेने का अधिकार रखते हैं. എല്ലാ പ്രജാജനങ്ങളും, അതായത് എല്ലാ പ്രജകൾക്കും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ അധികാരമുണ്ട്. വ്യർത്ഥ ढींगे मारने से फायदा क्या. ढींगे मारना പൊങ്ങച്ചം പറയുക. അപ്പോൾ വെറുതെ ഈ പൊങ്ങച്ചം പറഞ്ഞിട്ട് എന്ത് കാര്യം. ചലോ തീറോ സെ ബാത് കർ ലേ. എനിക്ക് ധൈര്യമുണ്ടെങ്കിൽ വാ, ഞാനുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ വാ. അതായത് തീറോ സെ ബാത് കർ ലേ, അതായത് യുദ്ധം ചെയ്യാം എന്ന് പറയുകയാണ്. जब कर्ण ने अर्जुन को यूं चुनौती दी तो दर्शकों ने तालियां बजाई. ഇങ്ങനെ കർണൻ അർജുനനെ ചാലഞ്ച് ചെയ്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ദർശകർ എല്ലാവരും കൈകൊട്ടാൻ തുടങ്ങി. ഉൻകെ ദോ ദൽ ബനായകെ, രണ്ട് ഗ്രൂപ്പ് ആക്കി മാറ്റി, രണ്ട് ദൽ ഉണ്ടാക്കി. ഏക് ദൽ അർജുൻ കോ ബഢാവാ ദേനെ ലഗാ और दूसरा कर्ण को. അപ്പോൾ ഒരു ഗ്രൂപ്പ് അർജുനനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി, അർജുനനെ സപ്പോർട്ട് ചെയ്ത് നിന്നു മറ്റേ ഗ്രൂപ്പ് കർണനെയും. इसी प्रकार वहाँ इकट्ठी സ്ത്രീയോं के भी दो दल बनाए गए. അങ്ങനെ രണ്ട് സ്ത്രീകളുടെയും രണ്ട് ഗ്രൂപ്പായിട്ട് മാറി. कुंती ने कर्ण को देखते ही पहचान लिया और भय तथा लज्जा के मारे मूर्छित सी हो गई. അപ്പോൾ കുന്തി കർണനെ കണ്ടതും കുന്തിക്ക് മനസ്സിലായി തൻ്റെ മകനാണെന്നും പിന്നെ കുന്തിക്ക് ഭയം തുടങ്ങി, അതായത് പേടിയും ഒരു നാണക്കേടും. അതായത് നാണക്കേട് സംഭവിക്കുമല്ലോ, ഇത് അറിഞ്ഞെങ്കിൽ, ഈ കാര്യം അറിഞ്ഞെങ്കിൽ ആരെങ്കിലും പിന്നെ നാണക്കേട് ഉണ്ടാവുമല്ലോ എന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ മൂർച്ഛിത് സി ഹോ ഗയി, അതായത് ബോധക്ഷയം വന്നു. उसकी यह हालत देखकर विदुर ने दासियों को बुलाकर उसे चेत करवाया. ആ സ്ഥിതി കണ്ടപ്പോൾ, കുന്തിയുടെ സ്ഥിതി കണ്ടപ്പോൾ വിദുർ ഉടനെ തന്നെ ദാസിമാരെ വിളിച്ചിട്ട് ബോധം തിരിച്ചു കിട്ടാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി. ഇസി ബീച്ച് കൃപാചാര്യനെ ഉട്ട്കർ കർണ സെ കഹ. അതേ സമയത്ത് കൃപാചാര്യൻ എണീറ്റിട്ട് കർണനോടായിട്ട് പറഞ്ഞു, അജ്ഞാത് വീർ മഹാരാജ് പാണ്ഡു കാ പുത്ര और कुरुवंश का वीर अर्जुन तुम्हारे साथ द्वंद्व युद्ध करने के लिए तैयार है, किंतु तुम पहले अपना परिचय तो दो. तुम कौन हो, किसके पुत्र हो, किस राजकुल को तुम विभूषित करते हो. द्वंद्व युद्ध बराबर वालों में ही होता है. അപ്പോൾ കൃപാചാര്യൻ നീട്ടിക്കൊണ്ട് പറഞ്ഞു, ഹേ അജ്ഞാത് വീർ. അജ്ഞാത് വീർ എന്ന് പറഞ്ഞാൽ അറിയാത്ത, അതായത് മറ്റുള്ളവരൊന്നും അറിയത്തില്ല ഈ വീരൻ ആരാണെന്ന്. ഓക്കെ, എന്താണ്, സ്ട്രേഞ്ചറാണ്. അപ്പോൾ അജ്ഞാത് വീർ, പാണ്ഡുപുത്രനായ അർജുനൻ, കുരുവംശക വീർ, അതായത് കുരുവംശത്തിലെ വീരനാണ് അർജുനൻ, പാണ്ഡുപുത്രനാണ്. അങ്ങനെയായ അർജുനൻ തുമ്ഹാരെ സാത്ത് ദ്വന്ദ് യുദ്ധ കർണിക്കിലെ തയ്യാർ ഹെ, നിൻ്റെ കൂടെ ദ്വന്ദ് യുദ്ധ ചെയ്യാനായിട്ട് തയ്യാറാണ് അർജുനൻ. കിന്തു തും പഹലെ അപ്നാ പരിചയ തോ ദോ. പക്ഷെ അതിനു മുമ്പ് നീ ആരാണെന്ന് പറഞ്ഞാലും, നീ ആരാണെന്ന് പരിചയപ്പെടുത്തിയാലും. തും കോൻ ഹോ, കിസ്കെ പുത്ര ഹോ, കിസ് രാജ്കുൽ കോ തും വിഭൂഷിത് കർത്തെ ഹോ. തും കോൻ ഹോ, നീ ആരാണ്, നീ ആരുടെ മകനാണ്, നീ ഏത് രാജകുലത്തിലെയാണ്. വിഭൂഷിത് കർണ എന്ന് പറഞ്ഞാൽ അഡോൺ ചെയ്യുക, അതായത് നീ ഏത് രാജകുലത്തിലെയാണ്. ദ്വന്ദ്യുദ്ധ ബരാബർ വാലോ മേ ഹി ഹോത്താ ഹൈ. ദ്വന്ദ്യുദ്ധം എന്ന് പറയുന്നത് ഒരുപോലത്തെ ആളുകൾ തമ്മിലാണ് ഉണ്ടാകേണ്ടത്, അതായത് രാജാക്കന്മാർ തമ്മിലും പിന്നെ സാധാരണ ആളുകൾ തമ്മിലും. അങ്ങനെയാണ് ദ്വന്ദ്യുദ്ധം നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നീ ഏത് രാജവംശത്തിലെയാണ്, അങ്ങനെയാണെങ്കിൽ മാത്രമേ നീയും പാണ്ഡുപുത്രനായ അർജുനനുമായിട്ട് ദ്വന്ദ്യുദ്ധം നടക്കത്തുള്ളൂ. कुल का परिचय पाए बगैर राजकुमार कभी द्वंद्व युद्ध करने को तैयार नहीं होते. ഏത് കുലത്തിലാണ് നീ ജനിച്ചത് എന്നറിയാതെ, കുൽക്കാ പരിചയ് പായെ ബഗേർ എന്ന് പറഞ്ഞാൽ ഇല്ലാതെ, രാജ്കുമാർ കഭി ദ്വന്ദ് യുദ്ധ കർണിക്ക് ലിയെ തയ്യാർ നഹീ ഹോത്തെ. അവർ രാജകുമാരന്മാർ ഒരിക്കലും തയ്യാറാകത്തില്ല, ഏത് കുലത്തിലെയാണെന്ന് അറിഞ്ഞാൽ മാത്രമേ ദ്വന്ദ്വയുദ്ധം ചെയ്യാനായിട്ട് തയ്യാറാകത്തുള്ളൂ. കൃപാചാര്യ की यह बात सुनकर कर्ण का सिर झुक गया. കൃപാചാര്യൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ കർണൻ്റെ തല കുഞ്ഞുപോയി, അതായത് തല കുനിച്ചു, കാരണം ഒന്നും പറയാൻ ഇല്ലായിരുന്നു കർണന്. कर्ण को इस तरह देखकर दुर्योधन उठ खड़ा हुआ और बोला, अगर बराबरी की बात है तो मैं आज ही कर्ण को अंग देश का राजा बनाता हूँ. കർണ को इस तरह देखकर दुर्योधन उठ खड़ा हुआ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ദുര്യോധനന് വിഷമായി. ഉടനെ തന്നെ ദുര്യോധനൻ എണീറ്റു. കർണൻ്റെ ഈ സ്ഥിതി കണ്ടപ്പോൾ ദുര്യോധൻ എണീറ്റു. और बोला, अगर बराबरी की बात है तो मैं आज ही कर्ण को अंग देश का राजा बनाता हूँ
ഓ അങ്ങനെ ഈക്വാലിറ്റി, അതായത് ഒരുപോലെ സമാനത ഉള്ളവർ മാത്രമേ അങ്ങനെ യുദ്ധം ചെയ്യാവൂന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ കർണനെ അംഗദേശത്തിലെ രാജാവാക്കി മാറ്റുന്നു. यह कहकर दुर्योधन ने तुरंत पितामह भीष्म एवं पिता धृतराष्ट्र से अनुमति लेकर वही रंगभूमि में ही राज्याभिषेक की सामग्री मंगवाई और कर्ण का राज्याभिषेक करके उसे अंग देश का राजा घोषित कर दिया. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് തന്നെ ഉടനെ തന്നെ ദുര്യോധനൻ ഉടനെ തന്നെ പിതാമഹ ഭീഷ്മൻ്റെ അടുത്തും തൻ്റെ പിതാവായ ധൃതരാഷ്ട്രൻ്റെയും അനുമതി പെർമിഷൻ മേടിച്ചുകൊണ്ട് രംഗഭൂമി മേഹി ആ കളിക്കളത്തിൽ തന്നെ ആ യുദ്ധക്കളത്തിൽ തന്നെ രാജാഭിഷേകി സാമഗ്രി രാജാഭിഷേകത്തിന് ആവശ്യമുള്ള എല്ലാ സാമഗ്രികളും അവിടെ തന്നെ വരുത്തിച്ചിട്ട് കർണക രാജാഭിഷേക് കർക്കെ കൊറോണിങ് നടന്നു, രാജാഭിഷേകം നടക്കുന്നു. करके उसे अंगदेश का राजा घोषित कर दिया. അങ്ങനെ അവിടെ തന്നെ രാജാഭിഷേകം ചെയ്യുകയും അംഗദേശത്തിൻ്റെ രാജാവായി അനൗൺസ് ചെയ്യുകയും ചെയ്യുന്നു. इतने में बूढ़ा सारथी अधिरथ जिसने कर्ण को पाला था लाठी टेकता हुआ और भय के मारे कांपता हुआ सभा में प्रविष्ट हुआ. इतने में बूढ़ा सारथी ആ പ്രായമുള്ള സാരഥി അതിരത്തിന് പ്രായമായി അതായത് പ്രായമായ അതിരത്ത് ജിസ്നെ കർണക്കോ പാലാത്ത ആരാണോ കർണനെ പരിപാലിച്ച് വളർത്തി വലുതാക്കിയത് ലാഠി ലാഠിയും പിടിച്ചുകൊണ്ട് ഭയം കാരണം ഇങ്ങനെ വിറയ്ക്കുകയായിരുന്നു. കാരണം ഈ രാജാക്കന്മാരുടെ ഇടയിലാണ് കർണൻ പോയി എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഭയന്നുപോയി. അപ്പോൾ സഭാമേ പ്രവിഷ്ട ഹുവ, അവിടെ പ്രവേശിച്ചു, അതായത് ആ സഭയിലോട്ട് പ്രവേശിച്ചു. कर्ण जो अभी अभी अंग देश का नरेश बना दिया गया था उसको देखते ही धनुष नीचे रखकर उठ खड़ा हुआ और पिता मानकर बड़े आदर के साथ उसके आगे सिर नवाया. അപ്പോൾ കർണനാണെങ്കിലോ ഇപ്പോൾ രാജാഭിഷേകം കഴിഞ്ഞ് നിൽക്കുന്നു. അങ്ങനെയുള്ള കർണൻ അഭി അംഗദേശ് കാ നരേഷ് രാജാവ്, അപ്പോൾ അഭി അംഗദേശ് കാ നരേഷ് ബനാ ദിയാ ഗയാ, ഇപ്പോൾ രാജാഭിഷേകം കഴിഞ്ഞ് രാജാവായി മാറിയതേ ഉള്ളൂ. അങ്ങനെയുള്ള കർണൻ ഉസ്കോ ദേഖ്തേ ഹി, അതായത് തൻ്റെ വളർത്തച്ഛനായ അതിരത്തിനെ കണ്ടപ്പോഴേക്കും കർണൻ എണീറ്റുകൊണ്ട് ധനുഷ് നീച്ചെ റക്കർ, വില്ല് താഴോട്ട് വെച്ചുകൊണ്ട് ഉഠ് ഖടാ ഹുവ, എണീറ്റു. എന്നിട്ട് പിതാമാൻകർ ബഡേ ആദർ കെ സാത്ത്, അച്ഛനെ പോലെ കരുതി ആദരവോടെ തൻ്റെ തല കുനിക്കുകയാണ്. സിർ നവായ. ബൂഢേ നെ ഭി ബേട്ട കേക്കർ ഉസെ ഗലൈ ലഗായ, ആ പ്രായമായ അധിരഥൻ തൻ്റെ മകൻ എന്ന് വിളിച്ചുകൊണ്ട് ആലിംഗനം ചെയ്യുകയും ചെയ്തു. യഹ് ദേഖ്കർ ഭീം ഖൂബ് കഹകഹാ മാർക്കർ ഹംസ് പടാ और बोला सारथी के बेटे धनुष छोड़कर हाथ में चाबुक लो, चाबुक वही तुम्हें शोभा देगा, तुम भला कब से अर्जुन के साथ द्वंद्व युद्ध करने के योग्य हो गए. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഭീമ ഖൂബ് കഹകഹാ മാർക്കർ എന്ന് ഒച്ചത്തിൽ അട്ടഹസിക്കുക എന്ന് പറയത്തില്ലേ, കഹകഹാ മാർക്കർ ഹസ്പട, ചിരിക്കാൻ തുടങ്ങി. ഓർ ബോല, എന്നിട്ട് പറഞ്ഞു, സാരഥിക്കെ ബേട്ടെ ധനുഷ് ചോഡ്കർ ഹാത്ത് മേ ചാബുക് ലോ, ചാബുക്, നീ സാരഥിയുടെ മകനാണ്, അപ്പോൾ സാരഥിയുടെ മകനായ നീ ധനുഷ് ചോഡ്കർ, അതായത് ഈ ബോ അമ്പും വില്ലും ഒക്കെ വിട്ടിട്ട് കയ്യിൽ ഈ ആനിമൽസിനെയൊക്കെ അടിക്കുന്ന ഇതില്ലേ, അതിനെയാണ് ചാബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ചാബുക്ക് ലോ, ചാബുക്ക് വഹി തുമേ ശോഭാദേഗ, അതാണ് നിനക്ക് പറ്റിയത് ചാബുക്കാണ്, അല്ലാതെ ധനുഷ് അല്ല. അപ്പോൾ തും ഭല കബ് സെ അർജുൻ കെ സാത്ത് ദ്വന്ദ്വ യുദ്ധ കർണേക്ക് യോഗ്യ ഹോ ഗയേ, നിനക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത്, നീ എപ്പോഴാണ് ആയത്, നിനക്ക് ആ യോഗ്യത എപ്പോഴാണ് കിട്ടിയത്, അർജുനുമായിട്ട് യുദ്ധം ചെയ്യാനുള്ള യോഗ്യത എന്ന് ഭീമൻ കളിയാക്കിക്കൊണ്ട് പറയുകയാണ്. യഹ് സബ് ദേഖ്കർ സഭാമേ ഖൽബലി മച്ച് ഗയി, ഇതൊക്കെ കണ്ടപ്പോൾ ആ സഭയിൽ ആകെ കൂടെ ആളുകൾ തമ്മിൽ സംസാരിക്കാനും ബഹളം ഉണ്ടാക്കാനും തുടങ്ങി. ഈ സമയം സൂരജ് ബി ഡൂബ് റഹാത്ത, സൂര്യൻ അസ്തമിക്കുകയുമായിരുന്നു ഈ സമയത്ത്. ഇസ് കാരൺ സഭ വിസർജിത് ഹോ ഗയ, അതുകൊണ്ട് തന്നെ സഭ സസ്പെൻഡ് ചെയ്തു, അതായത് സഭയിൽ നിന്നും ആളുകളൊക്കെ പിരിഞ്ഞു പോകാൻ തുടങ്ങി. മശാലോ മോർ ദീപകോं की रोशनी में दर्शक वृंद अपनी अपनी पसंद के अनुसार अर्जुन, कर्ण और दुर्योधन की जय बोलते जाते थे. അപ്പോൾ അങ്ങനെ എന്താണ് വിളക്കും പിന്നെ പന്തവും ഒക്കെ അതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ ആളുകൾ ദർശക് വൃന്ദം എന്ന് പറഞ്ഞാൽ ആളുകളുടെ കൂട്ടം അപ്നി പസന്ത് കെ അനുസാർ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അർജുനനെയും കർണനെയും പിന്നെ ദുര്യോധനനെയും ഒക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അവർ ജയ് ജയ് എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോവുകയായിരുന്നു. इस घटना के बहुत समय बाद एक बार इंद्र बूढ़े ब्राह्मण के वेश में अंग नरेश कर्ण के पास आए और उसके जन्मजात कवच
और कुंडलों की भिक्षा मांगी. അപ്പോൾ ഇസ് ഘടനയ്ക്ക് ബഹുത് സമയ ബാദ് അപ്പോൾ അംഗദേശത്തിൻ്റെ രാജാവായി കർണൻ അതിന് ശേഷം ഈ സംഭവങ്ങളൊക്കെ നടന്നതിന് കുറേ കാലങ്ങൾക്ക് ശേഷം ഇസ് ഘടനയ്ക്ക് ബഹുത് സമയ ബാദ് ഇക് ബാർ ഇന്ദ്രദേവൻ പ്രായമായ ഒരു ബ്രാഹ്മണൻ്റെ വേഷത്തിൽ അവിടെ അംഗനരേഷ് അതായത് അംഗദേശത്തിൻ്റെ രാജാവായ കർണൻ്റെ പക്കൽ എത്തുന്നു. ഉസ്കി ജന്മജാത് കവച് ഓർ കുണ്ടലോं की ഭിക്ഷ മാങ്ങി. അപ്പോൾ ജനിച്ചപ്പോൾ തന്നെ കർണൻ്റെ ശരീരത്തിൽ ഒരു കവചവും ഉണ്ടായിരുന്നു, പിന്നെ കുണ്ടലി അതായത് കാതുകളിൽ കുണ്ടലവും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് സൂര്യൻ്റെ പുത്രനാണ് കർണൻ. അപ്പോൾ ഇത് ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്ന പോലെ ഒരു ഇതാണ് കവചം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കവചവും കുണ്ടലവും ജന്മജാത് അതായത് ജനിച്ചപ്പോൾ മുതൽക്കേ കർണൻ്റെ ശരീരത്തിലുണ്ട്. അപ്പോൾ ഇന്ദ്രको डर था कि भावी युद्ध में कर्ण की शक्ति से अर्जुन पर विपत्ति आ सकती है. അപ്പോൾ ഈ കുണ്ടലവും പിന്നെ കവചവും ഒക്കെ ഉള്ളത് കൊണ്ട് മുമ്പിൽ ഭാവിയിൽ എപ്പോഴെങ്കിലും യുദ്ധം നടക്കുമ്പോൾ കർണൻ്റെ ശക്തി അർജുനന് ഒരു ഡേഞ്ചറായിട്ട് മാറും എന്ന കാര്യം ഇന്ദ്രന് മനസ്സിലായി. ഇന്ദ്രന് ഒരു പേടിയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ദ്രൻ ഒരു ബ്രാഹ്മണൻ്റെ വേഷത്തിൽ അവിടെ എത്തിച്ചേരുന്നത്. അപ്പോൾ ഇസ് കാരണം കർണ की ताकत कम करने की इच्छा से ही उन्होंने उससे यह ഭിക്ഷ मांगी थी. അപ്പോൾ കർണൻ്റെ ആ ശക്തി എന്ന് പറയുന്നത് ആ കവചത്തിലും ആ കുണ്ടലത്തിലുമാണ്. അപ്പോൾ അത് കർണനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും, അത് ശക്തിയും നൽകും. അപ്പോൾ അർജുനനുമായിട്ടുള്ള യുദ്ധത്തിൽ ഫ്യൂച്ചറിൽ അത് ആപത്താണ് അർജുനന്. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവിടെ ഇന്ദ്രൻ വരുന്നതും അതേ കാരണങ്ങൾ കൊണ്ട് കർണൻ്റെ ആ ശക്തി കുറയ്ക്കണം എന്ന ഒരു ആഗ്രഹം വെച്ചുകൊണ്ട് അദ്ദേഹം ഭിക്ഷ മാങ്ങിയത്. അപ്പോൾ ഈ കവചവും കുണ്ടലവും ഭിക്ഷയായിട്ട് അദ്ദേഹം ചോദിച്ചു. അതായത് ഇന്ദ്രദേവൻ അവിടെ ഒരു ബ്രാഹ്മണൻ്റെ വേഷത്തിലാണല്ലോ എത്തിച്ചേർന്നത്. അപ്പോൾ ബ്രാഹ്മണൻ എന്താണോ ചോദിക്കുന്നത് അത് ഭിക്ഷയായി നൽകണം എന്നതാണ് രാജാവിൻ്റെ കടമ. അപ്പോൾ രാജാവെന്ന നിലയിൽ അദ്ദേഹം അത് നൽകുകയും ചെയ്യുന്നു. അപ്പോൾ കർണൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത് ആ കവചത്തിലും കുണ്ടലങ്ങളിലുമാണ്. അപ്പോൾ അത് ഭിക്ഷയായിട്ട് ഇന്ദ്രൻ അവിടെ ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ कर्ण को सूर्यदेव ने पहले ही सचेत कर दिया था कि उसे धोखा देने के लिए इंद्र ऐसी चाल चलने वाले हैं, परंतु कर्ण इतना दानी था कि किसी के कुछ मांगने पर वह मना कर ही नहीं सकता था. അപ്പോൾ കർണനോട് സൂര്യദേവൻ ആദ്യമേ സച്ചേത് കർ ദിയ था, അതായത് അലേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാണിംഗ് നൽകിയിട്ടുണ്ടായിരുന്നു ഇന്ദ്രൻ कि धोखा देने के लिए इंद्र ऐसी चाल चलेंगे. അപ്പോൾ ചതിക്കാനായിട്ട് ഇന്ദ്രൻ ഇങ്ങനത്തെ ഒക്കെ പണികൾ ഒപ്പിക്കും എന്ന കാര്യം സൂര്യൻ ആദ്യമേ വാണിംഗ് നൽകിയിട്ടുണ്ടായിരുന്നു കർണന്. പക്ഷെ കർണൻ ഒരു മഹാദാനിയാണ്. അപ്പോൾ ദാനി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് എന്തും ജനറസ് ആയിട്ട് എന്തും നൽകാൻ തയ്യാറായ ആളാണ്. അപ്പോൾ കിസിക്ക് കുച്ച് മാങ്ങിനേപ്പർ ആരെന്ത് ചോദിക്കുകയാണെങ്കിലും അത് അദ്ദേഹം ഒരിക്കലും ഇല്ല എന്ന് പറയാറില്ല. അപ്പോൾ മനാ കർഹി നെയ് സക്താ था. इस कारण यह जानते हुए भी कि भिखारी के वेश में इंद्र धोखा कर रहे हैं, कर्ण ने अपने जन्मजात कवच और कुंडल निकालकर ഭിക്ഷാ മേ ദേ ദിയേ. അപ്പോൾ ഇസ് കാരൺ യഹ് ജാൻതേ ഹുവേ ഭി, കാരണം അദ്ദേഹം മഹാദാനിയായിരുന്നു. അങ്ങനെ ആയത് കാരണം അദ്ദേഹം ആ ഭിക്കാരിയായ ബ്രാഹ്മണന് ആ ഇന്ദ്രനാണെന്ന് മനസ്സിലായിട്ട് പോലും കർണനെ അപ്നെ ജന്മജാത് കവച്, കർണൻ തൻ്റെ ജന്മം മുതൽക്കേ തൻ്റെ ശരീരത്തിലുള്ള ആ കവചവും കുണ്ടലവും എടുത്ത് ഭിക്ഷയായിട്ട് നൽകുകയാണ് ചെയ്തത്. അപ്പോൾ ഇസ് അദ്ഭുത് ദാൻ വീരता को देखकर इंद्र चकित रह गए. कर्ण की प्रशंसा करते हुए बोले, कर्ण तुमसे मैं बहुत प्रसन्न हूँ, तुम जो भी वरदान चाहो मांगो. അപ്പോൾ ഈ അത്ഭുതകരമായിട്ടുള്ള ആ ദാനവീരത, അതായത് ആ ദാനം നൽകാനുള്ള ആ കഴിവിനെ കണ്ടപ്പോൾ ചക്കിത് രഹ ഗയേ, ഇന്ദ്രന് അതിശയം തോന്നിപ്പോയി. കർണയ്ക്ക് പ്രശംസ കർത്തേ ഹുവേ ബോലെ, കർണനെ പ്രശംസിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, കർണ തുംസെ മേ ബഹുത് പ്രസന്ന ഹൂം, കർണ നിന്നിൽ ഞാൻ വളരെയധികം പ്രസന്നനായിരിക്കുന്നു, വളരെയധികം എനിക്ക് സന്തോഷമുണ്ട്, നിൻ്റെ സ്വഭാവം അതായത് ആ ദാനവീരത കണ്ടിട്ട് എനിക്ക് വളരെയധികം പ്രസന്നത തോന്നുന്നു. തും ജോ ഭി വരദാൻ ചാഹോ മാങ്കോ, എന്ത് വരദാനം വേണമെങ്കിലും ചോദിച്ചോളൂ, എന്ത് ബൂൺ എന്ന് പറയത്തില്ല, അത് എന്ത് വരദാനം വേണമെങ്കിലും ചോദിച്ചോളൂ. കർണനെ ദേവരാജ് സെ കഹാ, അപ്പോൾ आप प्रसन्न हैं तो शत्रुओं का संहार करने वाला अपना शक्ति नामक शस्त्र मुझे प्रदान करें. അപ്പോൾ ആദ്യം പറഞ്ഞു പണ്ട് കാലത്ത് ശസ്ത്രങ്ങൾ അത്
എങ്ങനെ സൂപ്പർ നാച്ചുറൽ പവേഴ്സുള്ള ശസ്ത്രങ്ങളാണ്. ഓക്കെ, ആരോസ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ശസ്ത്രം, ശക്തി എന്ന ശസ്ത്രം നൽകാനായിട്ട് കർണൻ ദേവേന്ദ്രനോട് ചോദിക്കുകയാണ്. അതായത് താങ്കൾ എന്നിൽ സന്തുഷ്ടനാണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ ശത്രുക്കളെ സംഹരിക്കാനായിട്ടുള്ള ഒരു ശസ്ത്രം, ശക്തി എന്ന ശസ്ത്രം അത് എനിക്ക് നൽകിയാലും, മുझे പ്രദാൻ കരി, അത് എനിക്ക് നൽകിയാലും. बड़ी प्रसन्नता के साथ अपना वह शस्त्र कर्ण को देते हुए देवराज ने कहा, युद्ध में तुम जिस किसी को लक्ष्य करके इसका प्रयोग करोगे वह अवश्य मारा जाएगा, परंतु एक ही बार तुम इसका प्रयोग कर सकोगे. तुम्हारे शत्रु को मारने के बाद यह मेरे पास वापस आ जाएगा. इतना कहकर ഇന്ദ്ര ചലേ ഗയേ. അപ്പോൾ ബഡി പ്രസന്നത കെ സാത്ത്, അദ്ദേഹം സന്തുഷ്ടനായി, അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമായി. ഇന്ദ്രന് അപ്ന വഹ് ശസ്ത്ര കർണ കോ ദേത്തെ ഹുയ, ആ ശക്തി എന്ന ശസ്ത്രം കർണന് നൽകിക്കൊണ്ട് കിസിക്കോ ലക്ഷ്യ കർക്കെ, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യുദ്ധമേ തും ജിസ് കിസിക്കോ ലക്ഷ്യ കർക്കെ, യുദ്ധത്തിൽ നീ ആരെയെങ്കിലും ലക്ഷ്യം ചെയ്തിട്ട്, ആരെങ്കിലും എയിം ചെയ്തിട്ട് ഇതിൻ്റെ പ്രയോഗം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ വഹ് അവശ്യം മാറാ ജായേഗ, അയാൾ തീർച്ചയായിട്ടും കൊല്ലപ്പെടും, വധിക്കപ്പെടും. പരന്തു ഏക് ഹി ബാർ തും ഇസ്കാ പ്രयोग कर सकोगे, പക്ഷെ ഒരേ പ്രാവശ്യമേ നിനക്ക് ഇത് പ്രയോഗിക്കാൻ പറ്റത്തുള്ളൂ. തുമാരെ ശത്രു കോ മാർനെ കെ ബാദ് യഹ് മേരെ പാസ് വാപ്പസ് ആയേഗ, നിന്റെ ശത്രുവിനെ വധിച്ചതിന് ശേഷം ഈ അസ്ത്രം തിരിച്ച് എന്നിൽ തന്നെ തിരിച്ച് വരും. ഇത്നാ കേക്കർ ഇന്ദ്ര ചലേ ഗയേ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ മടങ്ങുകയാണ്. एक बार कर्ण को परशुराम जी से ब्रह्मास्त्र सीखने की इच्छा हुई. അപ്പോൾ ഒരിക്കൽ കർണന് പരശുരാമനിൽ നിന്നും ബ്രഹ്മാസ്ത്രം പഠിക്കാനുള്ള ആഗ്രഹം വന്നു. इसलिए वह ब्राह्मण के वेश में परशुराम जी के पास गया और प्रार्थना की कि उसे शिष्य स्वीकार करने की कृपा करे. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബ്രഹ്മാസ്ത്രം പഠിക്കാനുള്ള ആഗ്രഹം കാരണം ബ്രാഹ്മണൻ്റെ വേഷത്തിൽ പരശുരാമൻ്റെ പക്കൽ പോവുകയും അദ്ദേഹത്തിനോട് റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്തു, ശിഷ്യനായിട്ട് സ്വീകരിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് പരശുരാമനോട് റിക്വസ്റ്റ് ചെയ്തു. പരശുരാം ജീനെ ഉസേ ബ്രാഹ്മൺ സമജ് കർ ശിഷ്യ ബനാലിയ. അപ്പോൾ പരശുരാമൻ വിചാരിച്ചു ബ്രാഹ്മണനാണ് എന്ന്, അങ്ങനെ ശിഷ്യനായിട്ട് സ്വീകരിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. इस प्रकार छल से कर्ण ने ब्रह्मास्त्र चलाना सीख लिया. അങ്ങനെ ചതിയിലൂടെ കർണൻ ബ്രഹ്മാസ്ത്രം എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് എന്ന് പഠിച്ചെടുത്തു. एक दिन परशुराम कर्ण की जांघ पर सिर रखकर सो रहे थे. ഒരിക്കൽ പരശുരാമൻ കർണൻ്റെ തുടയിൽ ഇങ്ങനെ തല വെച്ചുകൊണ്ട് ഉറങ്ങുകയായിരുന്നു. ഇത്നേമേ ഏക് കാലാ ഭോറ കർണ കി ജാംഗ് കെ നീച്ചെ ഘുസ് ഗയ ഓർ കാട്ട്നെ ലഗ. അപ്പോൾ അതേ സമയത്ത് ഒരു കറുത്ത ഒരു വണ്ട് കർണൻ്റെ തുടയിലൂടെ ഇങ്ങനെ അകത്തോട്ട് കയറിയിട്ട് കടിക്കാൻ തുടങ്ങി. कीड़े के काटने से कर्ण को बहुत पीड़ा हुई और जांग से लहू की धारा बहने लगी, पर कर्ण ने इस भय से कि कहीं गुरुदेव की नींद न खुल जाए जांग को ज़रा भी हिलाया डुलाया नहीं. അപ്പോൾ ആ വേദന, കീടേക്ക് കാട്ടിനെ സെ കർണക്ക് ബഹുത് പീഡ ഹുയി, പീഡ വേദന, അദ്ദേഹത്തിന് നല്ല വേദന എടുക്കുന്നുണ്ടായിരുന്നു ആ വണ്ട് കടിക്കുന്നത് കാരണം. ഓർ ജാംഗ് സെ ലഹു കി ധാര ബഹനെ ലഗി, തുടയിൽ നിന്നും ഇങ്ങനെ രക്തം ഒഴുകാൻ തുടങ്ങി. पर कर्ण ने इस भय से कि कहीं गुरुदेव की नींद न खुल जाए, ഒരു ഭയം, അതായത് ഗുരുദേവൻ്റെ ഉറക്കമെങ്ങാനും വിഘ്നം സംഭവിക്കുമോ, ഉറക്കത്തിന് വിഘ്നം സംഭവിക്കുമോ എന്നൊരു ഭയം കാരണം ജാംഗ് കോ ജറാബി ഹിലായടുലാനെ, ആ ജാംഗ് അതായത് തൊട ഒരു തുള്ളി പോലും അനക്കാതെ ഇരുന്നു. ജബ് ഖൂൻ സെ പരശുരാം കി ദേഹ് ഭീഗ്നെ ലഗി തോ ഉൻകി നീന്ത് കുലി, ആ ചോര കാരണം പരശുരാമൻ്റെ ശരീരം ഇങ്ങനെ നനയാൻ തുടങ്ങിയപ്പോഴാണ് പരശുരാമൻ അറിയുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഉറക്കം കെടുകയാണ്, അദ്ദേഹം എണീക്കുകയാണ്. ഉൻഹോനെ ദേഖാ കി കർണ കി ജാംഗ് സെ ഖൂൻ ബഹ് രഹാ ഹൈ, അദ്ദേഹം കണ്ടു കർണൻ്റെ ജാംഗ് അതായത് തുടയിൽ നിന്നും ചോര ഒഴുകുകയാണ്. യത് ദേക്കർ പരശുരാം ബോലെ, ഇത് കണ്ടപ്പോൾ പരശുരാമൻ പറഞ്ഞു, ബേട്ടാ സച്ച് ബതാവ് തും കോൻ ഹോ, ശരിക്കും പറയൂ മകനെ നീ ആരാണ്. തബ് കർൺ അസ്ലി ബാത് ന छिपा सका, ആ സമയത്ത് കർണന് ഒളിപ്പിക്കാനായിട്ട് പറ്റിയില്ല. उसने स्वीकार कर लिया कि वह ब्राह्मण नहीं बल्कि सूत पुत्र है, അവൻ ബ്രാഹ്മണനല്ല എന്ന കാര്യം സത്യം പറയേണ്ടതായിട്ട് വന്നു. കർണൻ സ്വീകരിക്കുകയാണ്, താൻ ബ്രാഹ്മണനല്ല, പക്ഷേ ഞാനൊരു സൂതപുത്രനാണ്, ബൽക്കി സൂത് പുത്ര ഹെ,
അത് ഒരു എന്താണ് സാരഥിയുടെ മകനാണ്, സൂതപുത്രനാണ്. യഹ് ജാൻകർ പരശുരാം കോ ബഡാ ക്രോധായ, ഇത് കേട്ടപ്പോൾ പരശുരാമന് വളരെയധികം ദേഷ്യം വന്നു. अतः उन्होंने उसी घड़ी कर्ण को शाप देते हुए कहा, അതേ സമയത്ത് കർണനെ ശപിച്ചുകൊണ്ട് പരശുരാമൻ പറഞ്ഞു, चूंकि तुमने गुरु को ही धोखा दिया है, इसलिए जो विद्या तुमने मुझसे सीखी है वह अंत समय में तुम्हारे किसी काम न आएगी. അപ്പോൾ നീ ഒരു ഗുരുവിനെയാണ് ചതിച്ചിരിക്കുന്നത്. ഇസ്ലിയെ ജോ വിദ്യ തുമ്നെ മുജ്സെ സീഖിയ, അതുകൊണ്ട് തന്നെ നീ ഏത് വിദ്യയാണോ എന്നിൽ നിന്നും പഠിച്ചത് അത് അന്ത സമയമേ തുമാരി കിസി കാംനായക, അവസാനം വരെ നിനക്കത് ഒരു ഉപകാരത്തിനുമാകത്തില്ല. ऐन वक्त पर तुम उसे भूल जाओगे और रण क्षेत्र में तुम्हारे रथ का पहिया पृथ्वी में धस जाएगा. ഏൻ വക്ത് പറ, കറക്റ്റ് അതേ സമയത്ത് നീ അത് മറക്കുകയും ചെയ്യും. ഏത് വിദ്യയാണോ ഞാൻ നിനക്ക് നൽകി തന്നത് ആ വിദ്യ നീ മറന്നു പോവുകയും ചെയ്യും. രണക്ഷേത്രത്തിൽ, യുദ്ധക്ഷേത്രത്തിൽ തുമ്ഹാരെ രഥ് കാ പയ്യ, നിൻ്റെ രഥത്തിൻ്റെ ചക്രം ഭൂമിയിലോട്ട് ആണ്ട് ഇറങ്ങും, അതായത് കുടുങ്ങിപ്പോകും എന്നാണ് പറഞ്ഞത്. പരശുരാം ജി का यह शाप झूठा न हुआ. जीवन भर कर्ण को उनकी सिखाई हुई ब्रह्मास्त्र विद्या याद रही, पर कुरुक्षेत्र के मैदान में अर्जुन से युद्ध करते समय कर्ण को वह याद न रही. परशुराम जी का यह शाप, പരശുരാമൻ്റെ ഈ ശാപം അത് സത്യമായിട്ട് തന്നെ നിന്നു. അതിൽ ഒരു കളവും ഉണ്ടായിരുന്നില്ല. ജീവൻ ഭർ കർണക്കോ എനിക്ക് സിഖായി ഹുയി ബ്രഹ്മാസ്ത്ര വിദ്യ യാദ് രഹി, ജീവിതകാലം മുഴുവനും അത് ബ്രഹ്മാസ്ത്ര വിദ്യ കർണന് ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ പോലും കുരുക്ഷേത്ര യുദ്ധത്തിലെത്തിയപ്പോൾ, കുരുക്ഷേത്ര മൈതാനത്തിലെത്തിയപ്പോൾ, मैदान അർജുൻ സെ യുദ്ധ കർത്തേ സമയം, അർജുനനുമായിട്ട് യുദ്ധം ചെയ്യുന്ന സമയത്ത് ആ സമയം കർണക്കോ വ യാദ് ന രഹി, ഏൻ വക്ത് പർ എന്നാണ് പറഞ്ഞത്. ആ സമയത്ത് നീ മറക്കുക തന്നെ ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഏത് സമയത്താണോ നിനക്കതിൻ്റെ ആവശ്യം അത് നിനക്ക് ഉപകരിക്കത്തില്ല ആ ബ്രഹ്മാസ്ത്രം. അപ്പോൾ കർത്തേ സമയം കർണക്കോ വ യാദ് ന രഹി, കർണന് ഓർമ്മ വന്നില്ല യുദ്ധക്ഷേത്രത്തിൽ അർജുനനുമായിട്ട് യുദ്ധം ചെയ്യുന്ന സമയത്ത്. ദുര്യോധൻ കെ ഘനിഷ്ഠ മിത്ര കർണനെ അന്ത് സമയത്തക്ക് കൗരവും കാ സാത്ത് ന ഛോട. അപ്പോൾ ദുര്യോധനൻ്റെ ഒരു നല്ലൊരു സുഹൃത്തായ കർണൻ എന്താണ് ചെയ്തത്? കൗരവന്മാരുടെ കൂട്ട് ഒരിക്കലും, അതായത് അവസാനം വരെ കർണൻ കൗരവന്മാർക്ക് വേണ്ടിയിട്ട് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. कुरुक्षेत्र के युद्ध में भीष्म तथा आचार्य द्रोण के आहत हो जाने के बाद दुर्योधन ने कर्ण को ही कौरव सेना का सेनापति बनाया था. അപ്പോൾ ഈ കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭീഷ്മനും പിന്നെ ആചാര്യ ദ്രോണനും രണ്ടുപേരും മുറിവേൽക്കപ്പെട്ടു. അവർക്ക് രണ്ടുപേർക്കും മുറിവേറ്റു. ആഹത്ത് എന്ന് പറഞ്ഞാൽ മുറിവേൽക്കുക. അപ്പോൾ ആ സമയത്ത് ദുര്യോധനെ കർണ കോ ഹി കൗരവ് സേനാക്ക സേനാപതി ബനായ था. അപ്പോൾ ആ സമയത്ത് കർണനെയാണ് കൗരവ് സേനയുടെ സേനാപതിയായിട്ട് വാഴിച്ചത്. കർണ ने 2 दिन तक अद्भुत कुशलता के साथ युद्ध का संचालन किया. ഒരു എക്സ്പേർട്ട് എന്ന രീതിയിലാണ് കർണൻ തൻ്റെ കഴിവ് ആ യുദ്ധത്തിൽ കാണിച്ചത്. അതായത് ആ യുദ്ധം നല്ല രീതിയിൽ നടത്തി കാണിച്ചു. आखिर जब शापवश उसके रथ का पहिया ज़मीन में धंस गया और वह धनुष बाण रखकर ज़मीन में धंसा हुआ पहिया निकालने का प्रयत्न करने लगा, तभी अर्जुन ने उस महारथी पर प्रहार किया. അപ്പോൾ ആഖിർ അറ്റ് ലാസ്റ്റ് ജബ് ശാപ്വശ്, ഈ ശാപത്തിനനുസരിച്ച്, അതായത് ശാപം ലഭിച്ചിട്ടുണ്ടായിരുന്നു, കേസ് അല്ലേ. അപ്പോൾ ആ കേസിനനുസരിച്ചിട്ട് ആ രഥത്തിൻ്റെ ചക്രം മണ്ണിൽ ഉഴുന്നു പോവുക തന്നെ ചെയ്തു. മണ്ണിലോട്ട് ഇങ്ങനെ താണുപോയി. അപ്പോൾ ധസ് ഗയ, അതിൽ കുടുങ്ങിപ്പോയി മണ്ണിൽ. और वह धनुष बाण रखकर ज़मीन में धसा हुआ पहिया निकालने का प्रयत्न करने लगे. ഈ അമ്പും വിലുമൊക്കെ താഴോട്ട് വെച്ചുകൊണ്ട് കർണൻ എന്താ ചെയ്തത്? ആ ചക്രം മണ്ണിൽ നിന്നും എടുക്കാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. തഭി അർജുനെ ഉസ് മഹാരഥി പർ പ്രഹാർ കിയ. അതേ സമയത്ത് അർജുനൻ കർണനെ അറ്റാക്ക് ചെയ്തു. മാതാ കുന്തിനെ ജബ് യഹ് സുന तो उसके दुख का पार न रहा. ഇത് കേട്ടപ്പോൾ മാതാ കുന്തിക്ക് അങ്ങേയറ്റം വിഷമം തോന്നി. तो उसके दुख का पार न रहा എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം വിഷമിച്ചു. അതിനൊരു അതിരില്ലായിരുന്നു വിഷമത്തിന്. കാരണം കുന്തിയുടെ മകനാണ് കർണൻ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ബെൽ ഐക്കൺ അമർത്തുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്